GCDA വിജിലൻസ് അന്വേഷണ കുരുക്കിലേക്ക് കൊച്ചിൻ ഫ്ലവർ ഷോയിൽ 80 ലക്ഷം രൂപയുടെ അഴിമതി നടന്നതായാണ് പുതിയ പരാതി. ഉമാ തോമസ് MLAയ്ക്ക് പരിക്കേൽക്കാനിടയാക്കിയ മെഗാ നൃത്ത പരിപാടിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും വിജിലൻസിന് മുന്നിലുണ്ട്. കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഫ്ലവർ ഷോയുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണം ഉയരുന്നത്. ഈ GCDA നടത്തിയിട്ടുള്ള ഈ ഫ്ലവർ ഷോയുടെ ലാഭവിഹിതത്തിൽ വലിയ തിരിച്ചടി അല്ലെങ്കിൽ ലാഭവിഹിതത്തിൽ വലിയ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് ഈ പ്രധാനമായിട്ടും ഉയരുന്നത്. ഈ നേരത്തെ, അതായത് 2023 നടത്തിയിട്ടുള്ള ഫ്ലവർ ഷോയിൽ വലിയ ലാഭമാണ് ഉണ്ടായിരുന്നത്. അതായത് 19 ലക്ഷം രൂപക്കാണ് ഇത് വാടക ഇനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ 13 ലക്ഷം രൂപയുടെ ലാഭം ഉണ്ടായി. എന്നിട്ട് പോലും ഇതിൽ ഇളവ് നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 19 ലക്ഷം രൂപ വാടക നിശ്ചയിച്ച പരിപാടിയിൽ ഏതെങ്കിലും തരത്തിൽ ലാഭത്തിലോ അല്ലെങ്കിൽ നഷ്ടമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇളവ് നൽകാം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ കരാർ എഴുതുന്ന സമയത്ത് മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ 13 ലക്ഷം രൂപ ലാഭം ലഭിക്കുന്നു. എന്നിട്ട് പോലും ഈ ഇളവ് നൽകിക്കൊണ്ട് ഈ കരാറുകാരന് വേണ്ട ഒത്താശകൾ ചെയ്തു നൽകുകയായിരുന്നു എന്നുള്ളൊരു ആരോപണം ഈ പരാതിയിൽ പറയുന്നുണ്ട്. 1 ലക്ഷത്തിലധികം രൂപയുടെ ഇളവ് നൽകണമെന്നുണ്ടെങ്കിൽ അതിന് സർക്കാരിൻ്റെ അനുമതി വേണം എന്നിരിക്കെയാണ് GCDA ചെയർമാൻ സ്വന്തം നിലയ്ക്ക് ഇത്തരത്തിൽ ഒരു ഇളവ് വരുത്തിയത് എന്നുള്ളൊരു ആരോപണമാണ് ഈ പരാതിയിൽ പറയുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ തവണത്തെ, അതായത് 2024ലെയും ഫ്ലവർ ഷോ വലിയ രീതിയിൽ തന്നെ നടന്നിരുന്നു. 91 ലക്ഷം രൂപയോളം ലാഭമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് പോലും ഇതിലും ചില തരത്തിലുള്ള ഇളവുകൾ നൽകിക്കൊണ്ട് വലിയൊരു ക്രമക്കേട് നടത്തി എന്നുള്ളൊരു ആരോപണമാണ് ഏതായാലും പ്രധാനമായിട്ടും ഈ ഫ്ലവർ ഷോയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് GCDAക്ക് എതിരായിട്ട് ഉയരുന്നത്. നേരത്തെ ഈ ഉമാ തോമസിൻ്റെ അപകടത്തിന് കാരണമായ നൃത്ത പരിപാടിക്ക് എതിരായിട്ട്, അല്ലെങ്കിൽ ആ പരിപാടിയുടെ പശ്ചാത്തലത്തിൽ പിന്നീട് ഫ്ലവർ ഷോ അതിൻ്റെ അവസാന ദിവസം മാറ്റിവെക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുപ്രവർത്തകനായിട്ടുള്ള ചെഷയർ ടാർസൻ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. ശരി.